ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് അപ്പ്. ഇന്നിതാ ഒരു ബീട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബീട്രൂട്ട് പച്ചടി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം. എന്നാ വരി. ഞാനിതവിടെ മൺചട്ടിയിലാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ ബീട്രൂട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി വന്നോളൂ കേട്ടോ. അപ്പം ചോപ്പ് ചെയ്തെടുത്ത ബീട്രൂട്ട് മൺചട്ടിക്ക് ചേർത്ത് കൊടുക്കണേ. അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ. അങ്ങനെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതവിടെ ഇരുന്ന് കുക്കാവുന്ന നേരം കൊണ്ട് നമ്മൾക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിതാ ഇത്രപ്പോരം തേങ്ങ, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിൻ്റെ ജാറിൽ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ ഇവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ അരപ്പ് കംപ്ലീറ്റ് ആയി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരം കുക്ക് ചെയ്താൽ മതി കേട്ടോ, കൂടുതൽ നേരിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് നേരം കുക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിലാണ് ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതാ ഇത്രപോരം തൈര് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കുക. അതിന് വേണ്ടി ഇതാ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും ചുവന്ന മുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിക്കണേ. അപ്പോൾ ഇതാ നമ്മളെ കളർഫുള്ളായിട്ടുള്ള പിങ്ക് പച്ചടി ഇവിടെ റെഡി ആയിക്കണേ. അതായത് നമ്മളെ ബീട്രൂട്ട് പച്ചടി. ഈ സദ്യയിലൊക്കെ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണല്ലോ ഇത് അല്ലേ. അപ്പോൾ ശരി, ഇന്നത്തെ ബീട്രൂട്ട് പച്ചടീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കാളി. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.